ട്രാവൽ മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വരുന്നവർക്ക് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ആകാശപാത. ഇത് തൃശ്ശൂർ ടൗണിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആയതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബ്രിഡ്ജ് തന്നെയാണ്. തൃശ്ശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂരുകാരുടെ അഭിമാനം. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. ഒരു അപാര വൈബ് തന്നെ കേട്ടോ. അതോടെ വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകണതറിയില്ല. എന്താ പറയുക, അമ്മാതിരി വൈബാണ് ഇവിടെ. ഒരു നഗരഹൃദയത്തിൽ, നഗരമധ്യത്തിൽ ഇതുപോലുള്ളൊരു ഏക്കർ കണക്കിന് സ്ഥലം, ചുരുങ്ങിയത് 10 ഏക്കറോളം ഉണ്ടാകുമെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. വലിയ മതിൽക്കെട്ടാണ് ഈ ക്ഷേത്രത്തിന്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റേത്. എന്തായാലും ഒരു പ്രത്യേക വൈബ് തന്നെയാട്ടോ ഇവിടെ വന്നിരുന്നാൽ. പ്രത്യേകിച്ച് ഈവനിങ്ങിലൊക്കെ വന്നിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. അമ്മാതിരി വൈബുള്ള സ്ഥലമാണിത്. എന്തായാലും തൃശ്ശൂരുകാരുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും, ഈ ഒരു മൈതാനവും, ഈ ഒരു തൃശ്ശൂർ പൂരവും. തൃശ്ശൂർ പൂരം, ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഇനി വലുതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏകദേശം മലയാളികൾക്കെല്ലാം ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. എന്തായാലും ഒരു ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ ടെൻഷനൊക്കെ ഒന്ന് പോകും. അമ്മാതിരി വൈബുള്ളൊരു സ്ഥലമാണത്. തൃശ്ശൂർ സിറ്റി സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന പുത്തൻപള്ളി, അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക. എങ്ങനെയുണ്ട് പള്ളി? അടിപൊളിയല്ലേ? വെള്ള കളറൊക്കെ അടിച്ച അടിപൊളിയായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയമാണ് കേട്ടോ ഇത്. ഉയരത്തിൽ ഇന്ത്യയിൽ 1-ാമതും ഏഷ്യയിൽ 3-ാമതുമാണ് ഈ പള്ളി. അടുത്തത് നമ്മുടെ തൃശ്ശൂർ സൂ ആണ് കേട്ടോ. പഴയകാല പ്രതാപമൊന്നുമില്ല കേട്ടോ സൂവിന്, എന്നാലും അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ന് തിരുവോണ ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ഫാമിലീസ് തിരക്കുണ്ടായിരുന്നു. കുറച്ച് മാനുകൾ, പലതരം മാനുകൾ, അങ്ങനെ പലതരം പക്ഷികൾ, അങ്ങനെയുള്ളതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ പൊട്ടാമാസ് ഇതിനെ ജയിലിലിട്ടതാണ്. അതിനെ മാറ്റി കിടത്തിയിരിക്കുകയാണ്. അതിൽ 2 എണ്ണം. ഈ തൃശ്ശൂർ സൂവും നഗര ഹൃദയത്തിലാണ് കേട്ടോ. നഗരമധ്യത്തിൽ തന്നെയാണ് തൃശ്ശൂർ സൂവും മ്യൂസിയമൊക്കെ ഉള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഉള്ളിൽ പോയി അപ്പോഴേക്കും
ബക്രീദിന് ഇറക്കാൻ കൊടുത്തിട്ടുണ്ടോ? ബക്രീദിന് ഇറക്കാൻ ഒരു ഫോട്ടോ എടുക്കും. ഒട്ടകപ്പക്ഷി അല്ലേ പുള്ളിപ്പുലി. ഇതിന് വെയ്യാട്ടോ, ഇതിന് വെയ്യാണ്ട് കിടക്കണ്. അപ്പുറത്തെ മാംസമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കഴിക്കാൻ പറ്റാണ്ട് കിടക്കണ തോന്നുന്നു. ഒരുപാട് ക്ഷീണിതനാണ്. അങ്ങനെ ഒരുപാട് ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ. ആ തല മാത്രമേ തന്നെ ഉള്ളൂ, ഉടലൊന്നുമില്ല. എന്തുവാടത്? പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുകയാണോ? ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വിട്ട പോലെ ഉണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വല്ലാത്തിക്കും ഒരേ പൊസിഷനിലുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ഇതാണല്ലേ. കറക്റ്റ് അളന്ന് വെച്ച പോലെ ഇവിടെ വന്ന് തിരിയും, അവിടെ പോയി തിരിയും. ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെയുണ്ട്. ഇത് വേറൊരു പുള്ളിപ്പുലിയാണ്. ഇതും അതുപോലെ തന്നെയാണ്, പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ. അവിടെ നിന്ന് വരും, ഇവിടെ നിന്ന് പോവും, അവിടെ നിന്ന് വരും. ആകെ വിഷമത്തിലാണ്. എന്താ ചെയ്യാ? ഹലോ കബീഷ്. ദേഹം അതുപോലെ തന്നെ കേട്ടോ, കറങ്ങണ കണ്ടില്ലേ. നമുക്കൊന്ന് അടുത്തൊന്ന് പോയി അങ്ങനെ നിൽക്കുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യ്. അങ്ങനെ നിന്നോട്ടോ, വെറുതെ കറങ്ങണ്ട. മിടുക്കൻ. അങ്ങനെ തന്നെ നിന്നു. വരുന്നുണ്ട്. മുള്ളമന്നിയാണ്, മുള്ളമന്നി. കുറേ എണ്ണം ഉണ്ടല്ലോ ഇതില്. ഒരെണ്ണം. അതാ കുറുക്കൻ. ഇതാണ് കുറുക്കൻ. എന്താണ് നീയാട്ടോ? നീയാണ്. രണ്ട് കുറുക്കന്മാർ. അതും സെയിം തന്നെയാണ്, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക.
ആവശ്യം എടുത്ത് ഇതിൻ്റെ അടുത്ത് പശുവിൻ്റെ കൊട്ട പശുവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ കൊമ്പ് നോക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.